അടുപ്പല്ലേ. വെൽക്കം ബാക്ക് ടു എഡ്ജു ഡീറ്റെയിൽസ്. ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്നോ മൗണ്ടൻ ആൻഡ് ഫാം സ്റ്റേ കാഴ്ചകളാണ്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ജൂലൈ മാസം ആയതുകൊണ്ടാകാം അധികം മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല. ആർട്ടിഫിഷ്യലി മഞ്ഞ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. അതുകൂടാതെ ടോപ്പ് മൗണ്ടെയിനിൽ നിന്ന് അവർ മഞ്ഞ് കൊണ്ടുവരാറുണ്ട്. പിന്നെ ശരിക്കും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെയാണ് ശരിക്കും റൈറ്റ് ആയിട്ടുള്ള ടൈം. ഈ റോക്സ് ഒക്കെ ഫുള്ളി വൈറ്റ് ആയിട്ടിരിക്കേണ്ടതാണ്, പക്ഷേ അധികം മഞ്ഞില്ലായിരുന്നു. ഫൈനലി ഞങ്ങൾ ഗൊണ്ടോല വഴി മുകളിലെത്തി. അങ്ങനെ ഞങ്ങൾ സ്നോ മൗണ്ടന്റെ ഏറ്റവും ടോപ്പിലെത്തി. അവിടുത്തെ കാഴ്ചകൾ എക്സൈറ്റഡ് ആയിരുന്നു. അത്യാവശ്യം മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. സ്നോ മൗണ്ടെയിനിൽ അത്യാവശ്യം ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ ഫാം സ്റ്റേയിലേക്ക് തിരിച്ചു. ഫാം സ്റ്റേ കാഴ്ചകൾ ശരിക്കും എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഫാം സ്റ്റേയിലേക്ക് പോയപ്പോൾ ശരിക്കും ഭയങ്കര റെയിനിങ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിയത്. അതുപോലെ അങ്ങോട്ടുള്ള ആ ഒരു വഴികളിലൊന്നും ആളുകൾ താമസിക്കുകയോ ഒന്നുമില്ല, കാരണം വലിയൊരു ഏരിയയിലാണ് നമ്മുടെ ഈ ഫാം ഹൗസ് നിൽക്കുന്നത്. ഞങ്ങൾ ചെന്ന സമയം ഭയങ്കര റെയിനിങ് ആയിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഔട്ട്സൈഡ് അത്രയധികം ഒന്നും കാണാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. പക്ഷേ നമ്മളെല്ലാവരും തന്നെ ഒരു വീട്ടിലായിരുന്നു. ഞങ്ങളൊരു 6 ഫാമിലിയുടെ ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ എല്ലാവരും നെയ്ബേഴ്സ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ 2 കുട്ടികളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നത് കൊണ്ട് അന്ന് രാത്രി അതവിടെ സെലിബ്രേറ്റ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ മോർണിംഗിലാണ് നമ്മുടെ ഈ വീട് ഒന്ന് കാണാനായിട്ട്, ഈ ഹൗസ് ഒന്ന് കാണാനായിട്ട്, അതിന് ചുറ്റുമുള്ള ഏരിയ ഒന്ന് കാണാനായിട്ട് ഇറങ്ങിയത്. നിങ്ങൾ നോക്കിക്ക് എന്ത് ബ്യൂട്ടിയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലാണ്. അതുപോലെ തന്നെ ന്യൂസിലാൻഡിൽ ആക്ച്വലി 10 AM ആണ് ചെക്ക് ടൈം. പക്ഷെ നമുക്ക് തലേദിവസം നൈറ്റ് ഭയങ്കര റെയിനിങ് ആയതുകൊണ്ട് നമുക്ക് ഔട്ട്സൈഡ് കാഴ്ചകൾ എൻജോയ് ചെയ്യാൻ പറ്റാഞ്ഞത് കൊണ്ട് നമ്മളൊരു 1 അവറും കൂടെ എക്സ്റ്റൻഷൻ ചോദിച്ചു. അങ്ങനെ നമുക്ക് 1 അവറും കൂടെ കിട്ടി. അങ്ങനെ ഞങ്ങൾ മാക്സിമം നമ്മുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഫാം സ്റ്റേ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ വീട് നിൽക്കുന്നത് ഒരുപാട് ഏരിയയുടെ നടുവിലാണ്. അതുപോലെ തന്നെ വീട് വളരെ പഴയ ഒരു വീടാണ്. അതുകൊണ്ട് കുട്ടികൾ ഇതിനെ ഓൾഡ് ഗ്രാനി ഹൗസ് എന്ന് പറയുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ ഒരുപാട് സ്റ്റോറീസ്, കാരണം ഇംഗ്ലീഷ് മൂവിയിലും അതുപോലെ പഴയ ഇംഗ്ലീഷ് സ്റ്റോറീസിലും ഒക്കെ കണ്ടതും കേട്ടതുമായ ഒരു കാര്യങ്ങളൊക്കെ പോലെ ആയിരുന്നു. അപ്പോൾ കുട്ടികൾ വരെ വളരെയധികം സ്റ്റോറീസ് മേക്കപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് വീടിന്റെ ഉൾവശം ഒന്ന് കണ്ടു നോക്കാം.
ഫൈനലി ഞങ്ങൾ നമ്മുടെ ഫാം സ്റ്റേയുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ ടോപ്പോയിലേക്ക് പോവുകയാണ്. നമുക്ക് കാണാം ഫാം സ്റ്റേയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ വഴി കൊണ്ട് വളരെയധികം നാരോ റോഡാണ്. ഒരു വെഹിക്കിളിന് മാത്രമേ അറ്റ് എ ടൈം അതിലൂടെ പാസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇത് ഫാം ഹൗസ് ആയതുകൊണ്ടാണ് ആ റോഡ് അതുപോലെ ഒരു ഓഫ് റോഡ് പോലെയാണ് അത് കാണപ്പെടുന്നത്. പിന്നെ അന്നത്തെ ആ ഒരു ദിവസം അധികം റെയിനിങ് ഒന്നും ഇല്ലായിരുന്നു, ഓൾമോസ്റ്റ് സണ്ണി ആയിരുന്നു. ന്യൂസിലാൻഡിന്റെ ബ്യൂട്ടി നിങ്ങൾക്ക് ക്യാമറ ഫ്രെയിമിലൂടെ കാണാം. ശരിക്കും പ്രകൃതിയുടെ അത്ഭുതം എന്ന് വേണം പറയാൻ. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ ടോപ്പോയിലാണ് എത്തിയത്. പിന്നെ എല്ലാവരും ഐ ലവ് ടോപ്പോയുടെ ഫ്രണ്ടിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ലാൻഡിംഗ് ടോപ്പോയിലേക്ക് പോയി അവിടുത്തെ പ്ലേ ഗ്രൗണ്ടിൽ അവരും എൻജോയ് ചെയ്തു. ഞങ്ങൾക്ക് ഈ ഫാം സ്റ്റേ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫിൽ നമുക്കൊരു ടൈം ഔട്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഫാം സ്റ്റേയും ഹൗസുകളും ഒക്കെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെയധികം നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.